അപ്പോൾ ഇനി നമ്മൾ കാണാനായി പോകുന്നത് ഇന്ത്യ ഗേറ്റും പിന്നെ ഇന്ദിരാഗാന്ധി മെമ്മോറിയലുമാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് എല്ലാവരെയും കുറച്ച് കുറച്ച് പരിചയപ്പെട്ടുകൊണ്ട് പോവാം. ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഞാൻ സെൻട്രൽ പോലീസ് കമാൻഡോസിലാണ്. ഇപ്പോൾ 10 വർഷം സർവീസായി. ഇനി 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് കേരള പോലീസിലോട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ സൂപ്രണ്ടാണ്. ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ അടുത്തുകൂടിയാണ്. അപ്പോൾ ഇവിടെയൊന്നും അധിക നേരം പാർക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കറങ്ങി എല്ലാവരും വണ്ടിയിൽ നിന്ന് തന്നെ കെട്ടിടം കണ്ട് ഇതുവഴി നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു, അത്രയേ ഉള്ളൂ. കൂടുതൽ ഉള്ളിലേക്ക് പ്രവേശനമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തു നിന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതി നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യ ഗേറ്റ് ഒരു യുദ്ധസ്മാരകമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ 1931 ഇത് ഉദ്ഘാടനം ചെയ്തത്. 1914 1919 ഫസ്റ്റ് വേൾഡ് വാറിനിടെ ബ്രിട്ടീഷ് ആർമിയിൽ സേവനം അനുഷ്ഠിച്ച് വീരമൃത്യു വരിച്ച 70,000 ഇന്ത്യൻ സൈനികർക്കായി സ്മരണയായി ആണിത് പണിതത്. ഇവരിൽ 13,300 പേരുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിൻ്റെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം സ്ഥാപിച്ച അമർ ജവാൻ ജ്യോതി എന്ന അനശ്വരശിലയും ഇന്ത്യ ഗേറ്റിന് മുൻവശത്തുണ്ട്. ഇവിടെ പോയതിന് ശേഷമാണ് ഞാൻ ഒരുപാട് പേരുമായിട്ട് പരിചയപ്പെട്ടത്. ഇന്ത്യ കൂടെയുള്ളവർ മാത്രമല്ല, പുറത്തുനിന്നുള്ള വിദേശികളും പിന്നെ മറ്റ് സംസ്ഥാനക്കാരും പലരുമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് സംസാരിച്ചത്. കാരണം എൻ്റെ കൂടെയുള്ളവരുടെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുമ്പോൾ പലരും വന്ന് ഫോട്ടോസ് എടുത്ത് തരുമോ അങ്ങനെ ചോദിച്ചു. അതിനുശേഷം പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി ചോദിച്ചു. ഞാനപ്പോൾ ChatGPT ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പേരുമായിട്ട് പരിചയപ്പെട്ടത് ഈ ഒരു സ്ഥലത്തു നിന്നാണ്. അതും എനിക്കറിയാത്തവരുമായിട്ട് സംസാരിച്ചത് അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കുറച്ചായിട്ട് സംസാരിച്ചത് ഇവിടെ വെച്ചിട്ടായിരുന്നു. എനിക്കൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ വിദേശികളോട് കൂടുതലായി സംസാരിക്കുന്നത്. അത് ഈ ഒരു ഇന്ത്യ ഗേറ്റിൽ വെച്ചിട്ടായിരുന്നു. പിന്നീട് നമ്മൾ സന്ദർശിച്ച സ്ഥലമായിരുന്നു ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. അപ്പോൾ ഞാൻ എന്തായാലും സന്ദർശിക്കണമെന്ന് കരുതിയൊരു സ്ഥലമായിരുന്നു ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. കാരണം ഈ ഉരുക്കു വനിതയെക്കുറിച്ച് അറിയണം. നമ്മൾ പല യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും ഞാൻ കരുതും, എന്തായിരുന്നു ഇന്ദിരാഗാന്ധി, ഇതൊക്കെ ആയിരുന്നു ഇന്ദിരാഗാന്ധി എന്നൊക്കെ ഞാൻ കരുതാറുണ്ട്. ഇവിടെ അവർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ധരിച്ച സാരി, ചെരുപ്പ് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം പോലെ തോന്നി. കാരണം അങ്ങനെ കൊല്ലപ്പെടേണ്ട ഒരു വനിതയായിരുന്നില്ല അവർ. പിന്നെ ഇവിടെ ഗൂഗിളിൽ പോലും തപ്പിയാൽ കിട്ടാത്ത പല പഴയ ഫോട്ടോസും ഇവിടെയുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ചെറുപ്പം മുതൽ അങ്ങനെ പല ഫോട്ടോസ്. പിന്നെ പത്രവാർത്തകൾ, അവർ കൊല്ലപ്പെട്ടപ്പോഴുള്ള എല്ലാ ഭാഷയിലുമുള്ള ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് ഭാഗം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെയുണ്ട്, മലയാള മനോരമയുടേത് വരെ ഞാനവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകാനായി പോകുന്നത് പഞ്ചാബിലേക്കാണ്. പഞ്ചാബിൽ പോയിട്ട് വേണം നമുക്ക് ഗോൾഡൻ ടെമ്പിൾ, ജാലിയൻ വാലാബാഗ്, വാഗാ ബോർഡറിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടാലോ എന്ന് കരുതുന്നുണ്ട്. കാരണം ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു സ്ഥലങ്ങളിലൊന്നാണ് വാഗാ ബോർഡർ. അത്രയും ഗൂസ് ബംസ് നൽകുന്ന ഒരു സ്ഥലമാണ് ഈ വാഗാ ബോർഡർ. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അപ്പം നമ്മളിനി ഏതായാലും നമ്മൾ ലേറ്റ് നൈറ്റ് ആവും എത്താൻ. അപ്പോൾ ബാക്കിയുള്ളവരെയും കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് പോവാം. ഓക്കെ. ഞാൻ എടപ്പള്ളി സബ് രജിസ്ട്രാറായിരുന്നു. റിട്ടയർ ചെയ്തിപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈബിനൊരു ജോലിയുണ്ട്. കാര്യം പണ്ട് നീ എന്തേ വൈകി വന്നു നീരാടുവാൻ നിലയിൽ നീരാടുവാൻ സ്വരൂപ അവദർശനം ിടോ പരിമളമിയലാൻ ജീവിത മലരിൻ
അനുഗ്രഹദശം കനിയേണമേ കനിയേണമേ സ്നേഹസ്വരൂപ തവ ദർശനം മലിനമായ ഈ മൺകുടമങ്ങി തിരുപാദ സന്നിധിയിൽ. പക്ഷേ ഈ പെണ്ണിന്റെ ജന്മത്തോടുകൂടി ആ ഗ്രാമത്തില് സൂര്യൻ ഉദിക്കാൻ തുടങ്ങി, ചന്ദ്രൻ രാത്രിയിൽ വന്നുദിക്കും. പായേലൊരു പറ നെല്ല് പൊഴിച്ച് കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊഴിച്ച് കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാത്തിനന്ദക തകതിനന്ദക തകതിനന്ദക ചെയ്താരോ കാത്തിനന്ദക ചെയ്താരോ തകതിനന്ദക ചെയ്താരോ കാത്തിനന്ദക തകതിനന്ദക തകതിനന്ദക അരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാലിൽ മഴ പറിച്ചാട്ടെ തക തക കാത്തിനന്ദക ചെയ്താരോ തകതിനന്ദക ചെയ്താരോ തകതിനന്ദക തകതി. എല്ലാരും പാടന്നേ വെറുതെ ചുമ്മാ എനിക്കൊരു ദൂത് പോരാമോ, ആരാരും കാണാതെ ഒന്നവിടെ കൊല്ലാമോ, ഒരു മാനം നൽകി പോരാമോ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ സുന്ദരി. അപ്പോ അന്താക്ഷരി കളിച്ചുകൊണ്ട് നമ്മളെ യാത്ര തുടരുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.